പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊരു ശകലം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിന്ന് ഇവിടെ ഒരാൾക്കായിട്ടുള്ള ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, വലിയ രീതിയിലൊന്നും അല്ല, ചെറിയ നോർമലായ രീതിയിലാണ്. അപ്പം ഞാൻ ആദ്യം ഒരു പാൻ ചൂടായി കിടക്കുകയാണ്. അതിനകത്തോട്ട് അല്പം തവിടെണ്ണയാണ് ഒഴിക്കുന്നത്. എനിക്ക് പിന്നെ പല അസുഖങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എണ്ണ അധികം യൂസ് ചെയ്യാറില്ല. ഒരെണ്ണയും അധികം നമ്മൾ കഴിക്കാറില്ല. പിന്നെ ഉപ്പുമാവിനൊക്കെ നമ്മളൊരു ശകലം വേണമല്ലോ, അതിന് വേണ്ടി ഒരു ശകലം തവിടെണ്ണയാണ് ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കടുക് ഇടുന്നത്. ഇച്ചിരി കടുകൊക്കെ മതി. സാധനം നമ്മൾ ഒരു ശകല സാധനം ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കടുക് മതി. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി. പിന്നെ ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്, പിന്നെ നമുക്ക് ചേർക്കാൻ എടുത്തു വെച്ചേക്കുന്ന അല്പം ഉള്ളി. ഇവിടെ എനിക്ക് കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള അരിഞ്ഞ് വെച്ചേക്കുവാണ്. കറിവേപ്പില, ഇഞ്ചി, ഞാനൊരു ശകലം വറ്റൽമുളകാണ് ചേർക്കുന്നത് കേട്ടോ. അതിനൊരു പ്രത്യേക രുചിയാണ് ആ വറ്റൽമുളകിന്. ഇതിന് അങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ പല രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരുണ്ട്. ഇതിനകത്ത് പച്ചക്കറികൾ ആഡ് ചെയ്തുണ്ടാക്കും, അങ്ങനെ. അപ്പം ഇച്ചിരി ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ചേർത്തുണ്ടാക്കുവാണെങ്കിൽ അതിന് ഒന്നുകൂടെ ടേസ്റ്റുമൊക്കെ ഗുണമൊക്കെയാണ്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇത് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാതെ നമ്മൾ സാധാരണ രീതിയിൽ, വെറും സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കേട്ടോ. ഇനി നമ്മളിതിനകത്തോട്ട് ചെയ്യുന്നത്, ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുവാണ്. നമ്മുടെ റവ വേകാനുള്ള വെള്ളമാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി റവ മതി, അത് ഇടുന്നുള്ളൂ. അപ്പോൾ അത് വേകാനുള്ള വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളക്കണം. ആ വെള്ളത്തിനകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പും കൂടാണ് ഇത്. അപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഉപ്പൊക്കെ ഒരു നുള്ളേ ഉള്ളൂ, ഇങ്ങനെ ഒറ്റയൊരു നുള്ളേ ഉള്ളൂ, ശകലമേ ഉള്ളൂ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അതിനകത്ത് ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, റവയുടെ ആ വെള്ള കളർ നമുക്കൊന്ന് മാറിക്കിട്ടും, ഒരു മഞ്ഞ കളർ വരും. പിന്നെ വല്ല വിഷാംശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് മാറിക്കിട്ടും. പിന്നെ ആ സവോളയെ അത് നമ്മളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ തിളച്ച അതിനകത്തോട്ട് നമ്മൾ ഒരു ശകലം തേങ്ങാപ്പീര, നല്ല തേങ്ങാപ്പീര, ഇന്ന് തിരുമ്മിയ പീരയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രുചിയൊക്കെ നമുക്ക് വരുമേ. ആ തേങ്ങാപ്പീരയെ നല്ലതായിട്ടൊന്ന് വെള്ളത്തിൽ കിടന്ന് ഒരുമാതിരി ഒന്ന് വേകുമ്പോൾ പിന്നെ നമ്മൾ എന്നറിയാമോ, നമ്മുടെ റവ അതിനകത്തോട്ട് ഞാനൊരു കൊച്ചു കപ്പാണ്, അതിനൊരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. ഒറ്റ ഒരാൾക്ക് മതിയല്ല, അതുകൊണ്ട് അങ്ങനെയാണ് കണ്ടോ. ആ റവ നമ്മൾ അതിനകത്തോട്ട് ഇട്ടു. അപ്പം നമ്മളതിനെ നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് കണ്ടോ, ഇളക്കി. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് അടച്ച് വെക്കുവാണ്. ആവിക്കൂടെ ഒന്ന് വേഗത്തക്ക പോലെ അടച്ച് വെക്കുവാണ്. നമ്മൾ മൂടി വെച്ച ഉപ്പുമാവ് ഉണ്ടല്ലോ, ചെറുതീ കിടന്ന് നന്നായിട്ട് അത് വെന്തു. ഇതിനെ നമ്മളിനി നമ്മൾ ഇളക്കി നമ്മുടെ ഉപ്പുമാവിനെ നന്നായിട്ട് പിടിച്ചെടുക്കണം. അല്ല, പൂ പോലുള്ള ഉപ്പുമാവ് കിട്ടും. കണ്ടോണം, അതിൻ്റെ വെള്ളം എല്ലാം നമ്മളെ തോർന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇതേന്ന് വിട്ട്, ഒട്ടും വെള്ളമേ ഇല്ലാതാകുമ്പോൾ നമ്മുടെ പാനയിൽ നിന്ന് വിട്ട് നന്നായിട്ടുള്ള നമുക്ക് പുട്ട് പൊടിച്ചിട്ടേക്കുന്ന പോലുള്ള ഉപ്പുമാവിനെ കിട്ടും. അപ്പം
ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് റവ കൊണ്ടുള്ള ഉപ്പുമാവ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കുക, കഴിക്കുക. ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത് പിന്നെ പീഗീസ് എന്ന് പറയുന്ന കമ്പനിയുടെ വറുത്ത റവയാണ് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത്. ഇത് നെയ്യിട്ടും ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ ആരോഗ്യമുള്ളവർക്കൊക്കെ അങ്ങനെ കഴിക്കാമല്ലോ. ഇതിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പല വയ്യാഴികകളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വിശപ്പിന് എന്തെങ്കിലും കഴിക്കാനെന്നുള്ള ഒരിതില്ല. ഇത് ഇച്ചിരി പൊട്ടുകടലയോ ഉഴുന്നോ ഒക്കെ ഇട്ട് കടുക് വറുത്ത് എടുത്താലും അത് ടേസ്റ്റാണ്. ഇതിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊന്നും ചെയ്തിട്ടില്ല. വെറും സാധാരണ രീതിയിലുള്ള ഉപ്പുമാവ് റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. അപ്പം രാവിലെ വന്നാൽ നമുക്ക് അല്പം ഉപ്പുമാവൊക്കെ കഴിച്ച് വിശപ്പൊക്കെ അടക്കാം. അപ്പം ഓക്കെ, വേഗം വരീ. താങ്ക് യു.